ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50ലധികം വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടത്. ഭൂരിഭാഗം കുട്ടികളെ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ നൽകി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതേസമയം സ്കൂൾ SMC ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ ഏതാനും കുട്ടികൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ ശുചീകരിച്ച് വെള്ളം പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആകാമെന്നാണ് ആരോഗ്യ വിഭാഗം അഭിപ്രായപ്പെടുന്നത്. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും AE വിവരം അറിയിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, വാർഡ് മെമ്പർ MK ജോസ്, MG ഐജു എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രധാന അധ്യാപിക KA സുജിനി, PTA പ്രസിഡന്റ് സുശാന്ത് എന്നിവരും അധ്യാപകരും സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇന്നാണ് കൃത്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നെന്ന്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ ആശുപത്രിയിലും ഇവിടെയുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായിട്ട് ഏകദേശം 40-50 കുട്ടികളോളം ചികിത്സ തേടിയതായിട്ട് നമ്മൾ അറിഞ്ഞു. പിന്നെ ആശുപത്രിയിൽ ചികിത്സ തേടാത്ത ചെറിയ പ്രശ്നങ്ങളുള്ള കുട്ടികളും ഉള്ളതായിട്ടാണ് ഇപ്പോൾ നമ്മുടെ അറിവിലുള്ളത്. ഏകദേശം 400ഓളം കുട്ടികളാണ് അവിടെ നിന്ന് ഭക്ഷണം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ അറിവിൽ വന്നത്. ഇതിൽ 4ഓളം കുട്ടികൾ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. ഈ 4 കുട്ടികളുടെയും വിവരങ്ങൾ നമ്മൾ വ്യക്തിപരമായി അന്വേഷിച്ചു. ആർക്കും ഒരു അപകടസ്ഥിതിയില്ല. എന്നിരുന്നാൽ തന്നെ അവർ ഡിസ്ചാർജ് ആയിട്ടില്ല. പനി, വയറിളക്കം, ഛർദി എന്നിങ്ങനെയായിട്ടുണ്ടായത്. അത് ചെറിയ കുട്ടികളിൽ പനി ക്രമാതീതമായി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫെബ്രൈൽ സീസർ എന്ന് പറയും. പനി ശരീരത്തിൻ്റെ ഊഷ്മാവ് ശക്തമായി വരുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കുന്നതാണ് ഈ ഫിറ്റ്സ് പോലെ വന്നിട്ട്. അത് വേറൊരു പ്രശ്നമല്ല, അതൊരു ഫെബ്രൈൽ സീസർ എന്നാണ് നമ്മൾ അതിന് മെഡിക്കലി പറയാം. അത് 1-2 കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും അപകടസ്ഥിതികളില്ല. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ ഈ പ്രശ്നത്തിലുള്ളത്. പിന്നീട് ഇനി നമ്മൾ ഇതിൻ്റെ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കൾച്ചർ റിപ്പോർട്ട് ഇപ്പോൾ നൈൽ ആശുപത്രിയിൽ അഡ്മിറ്റായ കുട്ടിയുടെ കൾച്ചർ എടുത്തിട്ടുണ്ട് നമ്മൾ അറിയണം. നാളെ നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കൾച്ചർ റിപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കും. കൾച്ചറിൽ എന്തെങ്കിലും പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ ശ്രമിക്കുന്നതാണ്. പിന്നെ നമ്മൾ ക്ലോറിനേഷൻ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാഫ് തന്നെ സ്കൂൾ തുറക്കുന്ന 28-ാം തീയതി നടത്തിയിട്ടുണ്ട്. വാട്ടർ സാമ്പിൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഈക്കോളെ അങ്ങനെ ബാക്ടീരിയ, അപകടകരമായ ഒരു ബാക്ടീരിയയുടെ അംശം സ്കൂളിലത്തെ കിണറ്റിലെ വെള്ളത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ ഭക്ഷണം പാകം ചെയ്ത ചേച്ചിമാരെ വിളിച്ചു വരുത്തി ചോദിച്ചു. അവർ കൃത്യമായി പാലൊക്കെ തിളപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി അന്വേഷിക്കാനായിട്ട് ഈ യോഗം തീരുമാനിച്ചു. എരുമപ്പെട്ടി ഗവൺമെൻറ് LP സ്കൂളിൽ ഏകദേശം 30-40 കുട്ടികൾക്ക് വയറിളക്കവും ഛർദി ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ വെള്ളി ശനി ദിവസങ്ങളിലായി വന്നതായ ഒരു വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. വിവരം വന്നപ്പോൾ തന്നെ നമ്മൾ അടിയന്തരമായി സ്കൂൾ HM മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായി ഇടപെടുകയും ഓരോ കുട്ടിയുടെയും വിവരശേഖരണം നടത്തുകയും ചെയ്യുന്നുണ്ടായി. വലിയൊരു ഇഷ്യൂയിലേക്ക് പോകുന്ന പ്രശ്ന സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരം എടുക്കാം. അടിയന്തരമായൊരു യോഗം ഞങ്ങൾ ചേരുകയുണ്ടായത് ഈ പ്രശ്നത്തെ അടിയന്തരമായി നിർത്തിക്കൊണ്ടു പോകാൻ എങ്ങനെ തടയാമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രിക്കോഷൻ നടപടികളാണ് ഞങ്ങൾ ആരംഭിച്ചത്. സ്കൂൾ പൂർണ്ണമായും വൃത്തിയാക്കാനും ശുചീകരണം നടത്താനും വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനും ആണ് നമ്മൾ നിശ്ചയിച്ചത്. സ്കൂളിന് അവധി കൊടുത്ത് ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ ആ നിലയിൽ ചെയ്യാൻ നിശ്ചയിക്കുകയാണ് ചെയ്തത്. മെഡിക്കൽ ഓഫീസറും HM PTA പ്രസിഡന്റും ജനപ്രതിനിധികളും അടങ്ങുന്ന ഒരു ടീം തന്നെ രൂപപ്പെടുത്തി ഇക്കാര്യങ്ങൾ വിശദമായി വളരെ വേഗത്തിലെടുത്ത് കുട്ടികളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സ്കൂളിലേക്ക് വരാൻ കഴിയുന്ന നില രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. VCB ന്യൂസ്, എരുമപ്പെട്ടി.
You are watching VCV News.